എന്നാ പിന്നെ നീ ഒരു 4 വരി പാട്ടുണ്ടാക്കി പാടറാ. പാടും, പാടി കേൾപ്പിക്കാം. പല്ലവി പിടിച്ചോ. സപ്ലി എഴുത ഞാൻ കോളേജിൽ വന്നേ, തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെ തന്നെ ഓ എല്ലാം മറந்து പിന്നെ വരുവേ. അന്തസ് വേണോടാ, അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ഒരു അബദ്ധം പറ്റിയതാ സാറേ. എങ്ങനെ അബദ്ധം? അപ്പൊ നീ എനിക്ക് പുല്ല് വിലയല്ലൂടെ തരുന്നത്, പുല്ല് വില. നോക്കുമ്പോ ശാന്തതേ ടീച്ചറുമായി. നിനക്ക് സംതൃപ്തിയായിടാ ചതിയോ. അണ്ണന്റെ എക്സിപ്പോ സാറിന്റെ വയലാർ എഴുതുമോ ഇതുപോലെ? ഒരു കലാകാരനെ ഇവന്മാര് വളരാൻ വിടില്ലല്ലോ. അവരിപ്പോ ഇൻസ്റ്റയിൽ ട്രെൻഡിങ്. ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. ഇടിശൊന്നേ ഇടിമൊന്നേ നീ പണ്ടേ എന്നെ തേച്ച്. എന്റെ ലൈഫ് എല്ലാം കൂഞ്ഞാട്ടയാ. ഇത് വലിയ ശല്യമായില്ല പണ്ടാരുടെ കാര്യമായിട്ട്. ശ്രീനി ആ ഗിയർ ലിവർ എടുത്തോളൂ, ഇയാളെ തലക്കെട്ടൊന്നും കൊടുക്കട്ടെ. ഞാൻ കോളേജിൽ ഒന്നാമനായി. തളരരുത് രാമൻകുട്ടി, തളരരുത്. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. നിന്നെ സെറ്റാക്കാൻ ഞാൻ ഒന്നയായി. കണ്ടില്ലേ സാറേ, ഏഷ്യയിൽ പാല് വിൽക്കുന്ന ഷെയ്ക്കുമാർ പോലും എന്നോട് ഇമാതിരി പെരുമാറിയിട്ടില്ല. സോറി ഏട്ടാ, ഇനിമേലല്ല ആവർത്തിക്കില്ല. നിന്നെ കാണാനായൊരു കോടി സപ്ലികൾ കുട്ടി. എനിക്ക് ഇവനെ ഏതായി പെങ്കൊച്ച് എനിക്കൊന്നും അറിഞ്ഞൂടാ. എവളേതോ മറയോത്ത് എവിടന്നോ വന്നതാ. ഞാനാരെന്നറിഞ്ഞൂടെ ഞാനിവന്റെ കെട്ടിയോളാം. നിറഞ്ഞു. ഒരു തകം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ, ഓടാട വീട്ടില് കക്കൂസുകളുണ്ട്. പഴം പുഴുങ്ങിയ ജീവിതം കൊള്ളാം.